ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല അഞ്ചസ് വ്ലോഗ്. എന്തിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് സംസാരിക്കാൻ അത്ര ഉഷാറില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാലേ ഇന്നലെ വരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി അത്യാവശ്യം നല്ല രീതിക്ക് ക്ലീനിങ് പരിപാടി ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രോബ്ലം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതെനിക്ക് ഉള്ളതാട്ടോ. പൊടി അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വരും. തൂക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വരും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. പക്ഷെ ഇന്നലത്തത് ഇച്ചിരി ഹെവി ആയിരുന്നു. കാരണം ഇവിടെയൊക്കെ തുടയ്ക്കാനും തൂക്കാനും ബാത്റൂം ക്ലീനിങ്ങും എല്ലാം കൂടിയിട്ട് ഞാൻ ഒന്നിച്ചിട്ട് അങ്ങ് ചെയ്തു. അത് കഴിഞ്ഞ് കിടക്കാറൊക്കെ ആയപ്പോൾ മുതൽ എനിക്ക് ആ ഒരു ശ്വാസം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്ക് നല്ല രീതിക്ക് അങ്ങോട്ട് കൂടി ചുമയും ഈ ഒരു ഇതും എല്ലാം കൂടി ആയപ്പോൾ ഞാൻ പെട്ടു. ഉറക്കം കറക്റ്റായില്ല. കുറേ നേരം എഴുന്നേറ്റിരുന്ന് നോക്കി, വെള്ളം കുടിച്ച് നോക്കിയോ, എന്തൊക്കെയോ ചെയ്ത് നോക്കി, പക്ഷെ മാറിയിട്ടില്ല. ഇപ്പോഴും ഒരു ബുദ്ധിമുട്ട് എനിക്ക് നല്ലപോലെ ഉണ്ട്. സംസാരിക്കുമ്പോൾ ഇങ്ങനെ ആയിപ്പോൾ ഒരു ശ്വാസം മുട്ടാണോ അവൻ എന്താ പറയാമെന്നല്ല എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അലർജിയുടെ പ്രോബ്ലം ആണോ എന്ന് അറിഞ്ഞൂടാ. പൊടി അടിച്ചു കഴിഞ്ഞാൽ അപ്പം വരും. കണ്ണിങ്ങനെ നന്നായിട്ട് ചൊറിയും, ചുമന്ന് വരും. മൂക്ക് ഒരുമാതിരി ഇറിറ്റേറ്റഡ് ആവത്തില്ലേ, ആ ഒരു സംഭവം അതുണ്ട്. പ്ലസ് ഇപ്പോഴല്ല, കുറച്ചായിട്ട് ഈ ഒരു ശ്വാസം എടുക്കുമ്പോഴൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് കേട്ടോ. കരിഞ്ചായ കുറച്ച് ചൂടുവെള്ളം കുടിച്ചു നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഡേ തന്നെ സ്റ്റാർട്ടിങ് അത്ര നന്നായിട്ടല്ല. ഇന്ന് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുമുണ്ട്. ഇന്നാണ് ആനുവൽ ഡേയുടെ സെക്കൻഡ് ഡേ. ആനുവൽ ഡേ സെക്കൻഡ് ഡേ. അപ്പോൾ ഇന്ന് രാവിലെ അവരെ വിട്ടിട്ടില്ല കേട്ടോ. എനിക്ക് എന്തായാലും സ്കൂളിൽ പോകണം. അപ്പോൾ അവരെ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. അന്നമ്മയ്ക്കാണെങ്കിൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് ചെറുതായിട്ട് ഇറക്കം കുറഞ്ഞു. അതായത് ഫസ്റ്റ് ഞാൻ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് ചുമ്മാ നോക്കിയതാണ്. അപ്പോൾ അത് അഞ്ഞൂൻ്റെ അളവല്ലായിരുന്നു, വേറെ കുഞ്ഞിൻ്റെ അളവെടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് മാറ്റിയിട്ട് കുഞ്ഞിന് വേറെ ചെയ്ത് കൊടുത്തു. അത് അഞ്ഞൂന് എടുക്കാമെന്ന് ഓർത്തു കേട്ടോ. ലൈനിങ് ഇടാതെ ചെയ്തത്. അപ്പോൾ അത് ചെറിയ അളവിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അഞ്ഞൂൻ്റെയിലോട്ട് അത് മാറ്റിയിട്ട് ചെയ്യണം. റൈഹാൻ്റെ ഭാഗ്യത്തിന് ഇന്നലെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അവർക്ക് കമ്മലുണ്ടാക്കി കൊടുക്കണമായിരുന്നു, അതുമൊക്കെ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അഞ്ഞൂനൊരു പൂക്കൂടെ സെറ്റാക്കണം, അതുമുണ്ട്. അങ്ങനെ ജോലികൾ കുറേ കിടക്കുന്നു. പിന്നെന്താ, അടുക്കളയിലോട്ട് വന്നിട്ടേ ഉള്ളൂ. ഫുഡൊന്നും ആക്കിയിട്ടില്ല. ദോശയാണെന്ന്. അന്നു ദോശയും കറിയും ഇന്നത്തെ കഴിക്കും, പഞ്ചസാര കഴിക്കാനും. അന്നു ദോശയും പഞ്ചാരയും കഴിക്കും, ഞാനും കഴിക്കും. പക്ഷേ ഇക്കായും റൈഹവും പാപ്പായും കഴിക്കൂല. അവർക്ക് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ അത്ര ഓക്കെ അല്ല ഞാൻ. മുമ്പൊരു ദിവസം പനി വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇതേപോലെ ശ്വാസം മുട്ടലും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പനി വന്നപ്പോൾ അപ്പോൾ അത് ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് പറ്റാത്ത പോലെ എനിക്ക് തോന്നി. എനിക്ക് അടുത്ത് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി. അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ഡയറക്റ്റ് തന്നെ എനിക്ക് ശ്വാസം മുട്ടലിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മരുന്നിൻ്റെ റിയാക്ഷനാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. തല ഇറങ്ങി വീണു. ഭയങ്കരമായിട്ട് വിറയ്ക്കാനും ഒക്കെ തുടങ്ങി കേട്ടോ. കുറേ നേരം എടുത്തു അതിൽ നിന്ന് റിക്കവറായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞത് ഞാൻ പാനിക്കായിട്ട് അങ്ങനെ വന്നതാണെന്നാണ്. പക്ഷേ എനിക്കറിയത്തില്ല, എനിക്ക് ശ്വാസം മുട്ടലുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് അലർജിയാണ്. പൊടി അടിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ അന്ന് പനി ആയതുകൊണ്ടും മൂക്കൊക്കെ അടയ്ക്കുമ്പോൾ ഉള്ളൊരിതില്ലേ. ഇപ്പോൾ ഇത് എന്താ പറയുക, നമ്മൾ ആവി പിടിക്കത്തില്ലേ, ആ ഒരു സംഭവമാണ് ഞാൻ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉദ്ദേശിച്ചത്. പക്ഷേ അവരെനിക്ക് ഡയറക്റ്റ് ഇഞ്ചക്ഷനൊക്കെ തന്നിട്ട് ആകെ സീനായി. അപ്പോൾ ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പേടിയാണ്. ഇഞ്ചക്ഷൻ എടുത്താൽ അതേപോലെ വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഇത് ശരിക്കും ഞാൻ ഇന്നലെ ഓക്കെ ആയിരുന്നു. നല്ല ആക്റ്റീവായിട്ടിരുന്നത് കൊണ്ടാണ് ഞാൻ അത്രയും ജോലി ചെയ്യാനായിട്ട് നിന്നത്. പിന്നെ അടുക്കള ഒതുക്കാനൊന്നും നിന്നില്ല കേട്ടോ. കാരണം ഒത്തിരി ആയപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഇത് വന്നുകൊണ്ട് ഞാൻ അടുക്കള ഒതുക്കാനൊന്നും നിന്നില്ല. കാരണം ഇന്നലെ റൈഹു സെറ്റിയൊക്കെ മാറ്റിയിട്ട് മൊത്തത്തിൽ പൊടി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ ആദ്യം തൂത്തു, എന്നിട്ട് പൊടി അടിച്ചു. അപ്പോൾ വീണ്ടും പൊടി ആയതുകൊണ്ട് ഞാൻ ഒന്നേന്ന് അവിടെയൊക്കെ തൂത്തുവായി. അതുമാത്രമല്ല അത്യാവശ്യം നന്നായിട്ട് ബാത്റൂം ഡീപ്പ് ക്ലീനിങ് ചെയ്തു. അതായത് ഇരുന്ന് കഴുകി. അപ്പോൾ ഇനി അതിൻ്റെതാണെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. ആ ഒരു ലൈസോ എന്താ പറയുക, ഹാർപ്പിക്കിൻ്റെയൊക്കെ ആ ഒരു സംഭവമാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ പെട്ടിരിക്കുക.
ഇനി പോയിട്ട് ഡാലി കറി, അത് തന്നെ ഇന്നത്തെ കറി, തട്ടിക്കൂട്ടാൻ പറ്റുന്ന സംഭവം. പിന്നെ ചോറ് വയ്ക്കണം, മീനെടുത്ത് വെള്ളത്തിൽ ഇട്ടു, മീൻ കറി വെക്കണം, ജോലികൾ പടപടയെ തീർക്കണം. എന്നിട്ട് ഇത് ആ ഒരു പൂക്കൂടെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഒരു 22 ഫ്രോക്കിൻ്റെ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഒന്നിച്ച് ചെയ്യാനുള്ളതുമാണ്. അപ്പോൾ ഈ നാളെ തൊട്ട് ഞാൻ നല്ല ഓട്ടം ഓടേണ്ടി വരും. 3-ാം തീയതിക്കുള്ളിൽ കൊടുക്കേണ്ടതാണ്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് വർക്കുകൾ അല്ലാതെ ഉണ്ട്. അപ്പം അത്യാവശ്യം ഫാസ്റ്റായിട്ട് ഓടിയാലേ അത് തീരുള്ളൂ. നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് അത് ചെയ്ത് തീർക്കണം. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ പെട്ടെന്ന് മാറില്ല എന്നുണ്ടെങ്കിൽ എടുത്ത ഓർഡർ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. അതിൻ്റെ മെറ്റീരിയൽ എടുക്കാനൊക്കെ പോകണം. ഇന്ന് പോകാമെന്ന് ഓർത്തുകൊണ്ടായിരുന്നു. അപ്പം ഇന്ന് അപ്പൂനും ഷൈബാക്കും വല്യമ്മയുടെ വീട്ടിൽ വിരുന്നാണ് ഇവിടെ. അപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഉച്ചയ്ക്ക് ശേഷം പോകാൻ ഫ്രീ ആണ്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫ്രീ അല്ല, സ്കൂളിൽ പോകണം. നാളെ അവർക്ക് അവൻ ഫ്രീ അല്ല, അവന് വിരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞതല്ലേ, അപ്പോൾ അവർക്ക് വിരുന്ന് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. നോക്കട്ടെ, എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ കയ്യിൽ നിൽക്കില്ല. ദിവസം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ പോയി ബാക്കി പരിപാടികളൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഇന്നത്തെ വീഡിയോസ് അവിടെ എടുത്ത് ഇടാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ ആനുവൽ ഡേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ മാഷാ അല്ലാഹ് നല്ലതായിരുന്നു. ഒരുപാട് പ്രോഗ്രാംസ് ഇന്നലെ ഉണ്ടായിരുന്നില്ല. നല്ല കിഡ്സ് ഫെസ്റ്റ് ആയിരുന്നു. 2ാം ക്ലാസ് വരെ, KG തൊട്ടിട്ട് 2ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാംസൊക്കെ കാണാനാണ് എനിക്കിഷ്ടം. രാത്രിയിൽ റെയ്ഹാൻ്റെ അനുവിനൊക്കെ രാത്രിയാണ്. അപ്പോൾ 4 മണിക്കാണ് അവരുടെ മീറ്റിംഗ് വരുന്നത്. സ്പെഷ്യൽ ഗസ്റ്റും കാര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചെല്ലണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ആ സമയത്ത് പോകും, ഇല്ലെങ്കിലും ഇച്ചിരി കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ വിചാരിക്കുന്നു. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ പോകാമെന്നൊക്കെ വിചാരിക്കുന്നു. അറിഞ്ഞൂടാ, നോക്കട്ടെ. അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണിക്കട്ടെ. ഇന്ന് എനിക്ക് വയ്യ, ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ വയ്യ. അപ്പോൾ എൻ്റേതായ രീതിയിൽ തട്ടിക്കൂട്ടി അങ്ങനെ അങ്ങ് പോകാനേ ഒന്ന് പറ്റുള്ളൂ. അപ്പോൾ ബാക്കി പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഓക്കെ, ഉച്ചക്കലത്തെ മെനു ഇതാണ് കേട്ടോ. മീൻകറി വെച്ചിട്ടുണ്ട്. അത്ര നന്നായിട്ടൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് കാട്ടിക്കൂട്ടിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ തൈര് കറി എപ്പോഴും എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ. പിന്നെ ചെയ്തേക്കുന്നത് ഇതാണ് കേട്ടോ, ക്യാബേജ് തോരൻ, പിന്നെ മീനും പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ചോറ് കഴിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ വെളിയിൽ വന്നപ്പോൾ റെയ്ഹാൻ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാൻ അത് നോക്കിയിരുന്നു. അമ്മായും അപ്പുമൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് സ്കൂളിൽ പോകാമെന്ന് ഓർത്ത് കേട്ടോ ഇവിടെ ഇരുന്ന്. അപ്പോൾ ഉമ്മയൊക്കെ വന്നു. ഞാനിവിടെ ഇരുന്ന് നേരത്തെ തന്നെ അവർ വന്നു കേട്ടോ. ഐസ്ക്രീം അല്ല, ഇത് പായസമാണ്, വല്യമ്മ കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വല്യമ്മ കുറച്ച് സാധനമൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അമ്മച്ചി എടുത്ത് തരായിരുന്നേ. ഇതാണ് കേട്ടോ പായസം. അതിന് ഒരു ഗ്ലാസ് പായസം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് സ്കൂളിൽ നിന്ന് വിളി വന്നു, പെട്ടെന്ന് വായോ എന്ന് പറഞ്ഞിട്ട്. 7:30 അനുവിന് ഡാൻസ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 5 മണിയൊക്കെ കഴിയുമ്പോൾ പോവാം എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു വേഗം വായോ, റെഡിയാവോ, ഞാൻ അന്നു മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കിട്ടിയതൊക്കെ വാരിപ്പറക്കി എടുത്ത് ഓടി കേട്ടോ. ഇവിടെ വന്നു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അവർക്ക് മേക്കപ്പ് ചെയ്യാൻ ആളുണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ചു കുഞ്ഞു മേക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ള കാര്യം. അപ്പം അങ്ങനെയല്ല, ഫേസ് മേക്കപ്പും ഐ മേക്കപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ വരാൻ പറഞ്ഞത്. പിന്നെ ഇവിടെ സ്പെഷ്യൽ ഗസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അരുൺ IAS ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ പ്രസംഗവും കാര്യങ്ങളും ഒക്കെ ഞാൻ കുറച്ച് നേരം പോയി എന്ന് കേട്ടു കേട്ടോ. പിള്ളേരെ ഒരുക്കാനുള്ളത് കൊണ്ട് ഇവിടെ ഒന്ന് നിൽക്കാമെന്ന് പറയുന്നത് പോസിബിൾ അല്ലായിരുന്നു. അനുവിനെ ജസ്റ്റ് ഒന്ന് ഒരുക്കിയിട്ട് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു. കുറച്ച് നേരം അതൊക്കെ ഒന്ന് കണ്ട് ചെറിയൊരു പ്രസംഗമൊക്കെ കേട്ടുകൊണ്ടിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. തമാശ രൂപേണ കുറച്ച് കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. വളരെ ചെറിയൊരു പയ്യനായിട്ട് തോന്നി കേട്ടോ കണ്ടപ്പോൾ. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വീണ്ടും വിളി വന്നിട്ടുണ്ടായിരുന്നു അന്നൂസിനെ കൊണ്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. മാലയും ഈ ഒരു കമ്മൽ നെറ്റിച്ചുട്ടിയൊക്കെ വെച്ച ആൾ വേറെ ലുക്കായി കേട്ടോ, ക്യൂട്ടായിട്ടുണ്ട്. അതുപോലെ റെയ്ഹാനെ മേക്കപ്പൊക്കെ ഇട്ടത് ഈ ഒരു സംഭവം ഇതാണ് കേട്ടോ, ഞാൻ അവന് ചെയ്ത് കൊടുത്തിട്ടുള്ള പാൻറ്റ്. പിന്നെ ദേ തലയിൽ നമ്മുടെ സിംഗന്മാർ കെട്ടില്ലേ, ടർപ്പൻ കെട്ടാനുണ്ടായിരുന്നു. ടർപ്പൻ എന്താന്ന് പറയാം, ടർപ്പൻ കെട്ടാമെന്ന് പറയൂലേ. ഓക്കെ, ആ ഒരു സംഭവമൊക്കെ ഞാൻ കെട്ടിക്കൊടുത്തു. 2 പേർക്ക് കെട്ടിക്കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും എനിക്ക് അന്നമ്മേൻ്റെ ടീച്ചറിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും താഴെ ഇറങ്ങി വന്നു.
ഇവരെ കണ്ടാൽ നിങ്ങൾക്ക് ഒപ്പനയുടെ പോലെ തോന്നുന്നുണ്ടോ? എനിക്ക് സാമിയെ പോലെയാണ് കേട്ടോ തോന്നിയത്. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ടീച്ചർ ഫൈനലായിട്ട് ജസ്റ്റ് ഒന്ന് കളിപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേജിലോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ദേ ഇവിടെ വന്ദേ മാതരമായിരുന്നോ ഏത് സോങ്ങാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു പാട്ട് നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അത് കൈ കൊണ്ടുള്ള മാത്രം ആക്ഷൻസ് ആയിരുന്നു. അവർ ഇരുന്നുകൊണ്ട് പാട്ടിനനുസരിച്ചിട്ട് ചെയ്യുന്ന ഒരു ഡാൻസ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ. എനിക്ക് പാട്ട് കൂടി കേൾക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതെനിക്ക് ഇടാൻ നിവർത്തിയില്ലല്ലോ. പിന്നെ ഇതായിരുന്നു നമ്മുടെ അന്നമ്മേൻ്റെ ഡാൻസ് കേട്ടോ. കാശ്മീരി ഡാൻസ് ആയിരുന്നു. മാഷാല്ലാ നല്ല രസമായിരുന്നു. പക്ഷേ പറ്റിപ്പോയി എന്താണെന്ന് വെച്ചാൽ അന്നമ്മേനെ നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവന് കുറച്ച് ഹൈറ്റ് കുറവായിരുന്നു. അവളെക്കാട്ടി ഹൈറ്റ് ഉണ്ടായിരുന്ന കുഞ്ഞാണ് കേട്ടോ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അവളെ കാണുന്നുണ്ടായിരുന്നില്ല. സെൻറ്ററിൽ ബാക്ക് സൈഡിൽ നിൽക്കുന്നതാണ് കേട്ടോ അന്നമ്മ. അപ്പം കുറച്ച് നേരമല്ല, ഡാൻസ് ഞാൻ ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലിട്ടിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് അത് ഇടുന്നില്ല. പിന്നെ അത് ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടവും, എനിക്കെന്നല്ല കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും സങ്കടം വന്നിട്ടുണ്ടാവും ഉറപ്പാണ്. വയനാടിന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അന്നത്തെ ആ ദിവസവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കൂടെ പോവുമായിരുന്നു, കരയുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്ന് മാത്രമല്ല കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഇത് തിരഞ്ഞെടുത്ത ടീച്ചറിന് സല്യൂട്ട് കൊടുക്കാം അല്ലേ. കാരണം നമ്മൾ ഒരുവിധം മറന്നു തുടങ്ങിയ ഒരു കാര്യമായിട്ട് തോന്നാറില്ലേ നിങ്ങൾക്ക്? എന്ത് സംഭവിച്ചാലും കുറേ കഴിയുമ്പോൾ മറവി നമ്മളെ അതിനെ ഇങ്ങനെ കൊണ്ടുപോവില്ലേ. അപ്പോൾ അതൊന്ന് വീണ്ടും ഓർത്തെടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ ദുഃഖം ഒന്നും കൂടി നമ്മൾ മനസ്സിലേക്ക് വന്നു എന്ന് പറയാം. ഇതായിരുന്നു എൻ്റെ റൈഹാൻ്റെ ഡാൻസ് കേട്ടോ. ആ ബ്ലൂ ഷർട്ടല്ലല്ലോ, കുർത്തയിട്ട് നിൽക്കുന്നതാണ്. ഇതിൽ 3 ബ്ലൂ ഉണ്ട്. അതിൽ സെൻറ്ററിൽ നിൽക്കുന്ന കേട്ടോ റൈഹാൻ. ഇവരുടെ ഈ ഒരു ധോത്തി പാൻറ്റും ഞാൻ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ കളർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ അവരുടെ. മല്ലു സിംഗിലെ പാട്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ഓളം ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ ഒന്നിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേജ് നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡാൻസിന്. നമുക്ക് ആ ഒരു പാട്ട്, നിങ്ങൾക്ക് ആ പാട്ട് അറിയാമല്ലോ, ആ ഒരു പാട്ടും ഈ ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നേ. അപ്പോൾ ഈ ഒരു ഡാൻസ് കൂടെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് എനിക്ക് വയ്യായിരുന്നു, പിന്നെ ഉമ്മ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടി പറയേ.